ഈ ഫുഡ് ഡെലിവറി ആപ്പ് ഉപയോഗിച്ചൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നവരൊക്കെ കൂടി വരികയാണ്. ഇപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയാണ്. മഴയായാലും വെയിലായാലും അതിനെയൊക്കെ അവഗണിച്ച് ഭക്ഷണം നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടവർ. ചില സമയത്തൊക്കെ ആണെങ്കിൽ അവരോട് കയർക്കുന്നത് കാണാം, ചിലരാണെങ്കിൽ സ്നേഹത്തോടെ പെരുമാറുന്നവർ കാണാം. അങ്ങനെ വ്യത്യസ്ത തരം ഉപഭോക്താക്കളാണ് നമ്മൾക്കിടയിൽ എല്ലാം ഉള്ളത്. ഒരു വിവരം നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫുഡുമായി എത്തിയപ്പോൾ അപരിചിതരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുക്കിയ സർപ്രൈസ് കണ്ട് കണ്ണു നിറയുന്ന ഡെലിവറി ഏജന്റിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ആ വീഡിയോ ആണിത്. जो भैया के 40 इयर्स पूरे हुए हैं। കെ വി ശ്രീധരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്രീധരൻ, കാണുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഒരു വീഡിയോ അല്ലേ? ആ ഓട്ടപ്പാച്ചിലിടയ്ക്ക് ഒരു പക്ഷേ ആ പിറന്നാളിൽ ഒന്ന് ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ പോലും പറ്റാതെ പോയ ഒരു മനുഷ്യരായിരിക്കാം. അത്രത്തോളം കഷ്ടപ്പെടുന്നവരാണ് ഫുഡ് ഡെലിവറി ഏജന്റുമാർ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിടയിലാണ് ആരാണ് എന്താണെന്ന് അറിയാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ബർത്ത്ഡേ സർപ്രൈസ് പോലും ഒരുക്കി നൽകുന്നത്. ശരിക്കും സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്നാലും ഈ ബർത്ത്ഡേ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും കൗതുകമായി നിൽക്കുന്നുണ്ട് കേട്ടോ. പൂജ, തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ആഘോഷങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സർപ്രൈസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് കൊള്ളാമെന്നൊക്കെ നമുക്ക് തോന്നും. അത്രയും സന്തോഷം നമുക്ക് ആ നിമിഷത്തിൽ ഉണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടാവും. ഏതായാലും ഈ സൊമാറ്റോ ഡെലിവറി ഏജന്റ് നമ്മൾ നേരത്തെയൊക്കെ പറയാറുണ്ട്, പലപ്പോഴും ഈ ഏജന്റ് ഈ ഡെലിവറിക്ക് വരുന്ന ആളുകൾക്ക് അടിക്കുന്ന സംഭവം അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുകയും വളരെ എന്താ പറയുക ഒരു മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന വാർത്തകളൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വളരെ മനുഷ്യത്വവും സ്നേഹവും ഒക്കെ വിളിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഏതായാലും ആ പൂജ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് ഈ വീഡിയോയ്ക്ക് അടിയിൽ കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എങ്ങനെ ആളുകൾ അറിഞ്ഞു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ ഓർഡർ ചെയ്ത സാധനം അതുമായിട്ടാണ് അദ്ദേഹം ഡെലിവറി ചെയ്യാൻ വരുന്നത്. പെട്ടെന്ന് മുകളിലേക്ക് പോകാൻ, അതായത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് പോകാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരാൾ വന്ന് അയാളെ താഴേക്ക് വിളിച്ചുകൊണ്ട് കണ്ണൊക്കെ പൊത്തി കൊണ്ടുപോയി പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഒരു കൂട്ടം ആളുകൾ അയാളെ പൊതിയാണ്, കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. 40ാം പിറന്നാളാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത്. വളരെ വികാരാധീനായിട്ട് തന്നെ, അതായത് ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും അപ്രതീക്ഷിതമായ ഒരു പിറന്നാൾ സമ്മാനം അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷം ലഭിച്ചതിൻ്റെ ഒരു ആശ്ചര്യവും സന്തോഷവും അതൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മുഖഭാവമായിരുന്നു ആ ഡെലിവറി ഏജൻറ്റിൻ്റേത്. ഏതായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതിന് പിന്നാലെ തന്നെ വൈറലാണ്. സൊമാറ്റോ കോർപ്പറേഷൻ തന്നെ ഇതിന് കമൻ്റൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇയാളുടെ പിറന്നാൾ എങ്ങനെ മറ്റുള്ള ആളുകൾ അറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ പിറന്നാൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഇതൊരു സന്തോഷം പകരുന്ന ഒരു നമ്മുടെ ഈ കെട്ടകാലത്ത് നന്മയുടെ ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് സസന്തോഷം തന്നെയാണ് തത്സമയ റിപ്പോർട്ടിൽ ഇത് അവതരിപ്പിക്കുന്നതും. ഏതായാലും ആ ആളുകൾക്ക് നല്ലൊരു കയ്യടി തന്നെ നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ശ്രീധരൻ. ഇപ്പോൾ